നമസ്കാരം. കഴിഞ്ഞ ദിവസം നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിലെ അംഗമായിരുന്ന CA റൌഫ് എന്ന വ്യക്തി ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. അടിസ്ഥാനപരമായിട്ട് പലസ്തീനിലും ബംഗ്ലാദേശിലും ഹമാസ് സ്വാധീനം ഉണ്ട്, ഇന്ത്യക്ക് ഭീഷണിയാണ് ആ സ്വാധീനം എന്നുള്ളത് ഇസ്രായേൽ സ്ഥാനപതി, ഭാരതത്തിലേക്കുള്ള ഇസ്രായേലിൻ്റെ സ്ഥാനപതി ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ആ പ്രസ്താവനയെ സംബന്ധിച്ച് CA റൌഫിൻ്റെ ഒരു അഭിപ്രായ പ്രകടനമായിരുന്നു. അഭിപ്രായ പ്രകടനത്തിൽ CA റൌഫ് പറയുന്നത്, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഭീഷണി എന്താണെന്ന് ഞങ്ങൾക്കറിയാം, ലോകത്തിന് തന്നെ ഭീഷണിയായ ഇസ്രായേൽ അതിൽ ഇടപെടണ്ട. ഇത് CA റൌഫിൻ്റെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. പക്ഷേ CA റൌഫിൻ്റെ ഈ ഒരു ഞങ്ങളുടെ രാജ്യമെന്നുള്ള ഒരു അവകാശവാദമുണ്ടല്ലോ, അതിനെ ആദിത്യ വിക്രമൻ എന്നൊരു ആദിത്യ വിക്രമൻ എന്നുള്ളത് പ്രേക്ഷകർ തീർച്ചയായും പിന്തുടരേണ്ട ഒരു ഐഡിയ ആണെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം. കാരണം ഞാൻ പിന്തുടരുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള രസകരമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ, രസകരമെന്നുള്ളതല്ല, ഒരു സാമൂഹ്യ പ്രസക്തിയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ സ്ഥിരമായി ഫേസ്ബുക്കിലൂടെ പ്രേക്ഷകരുമായി, അദ്ദേഹത്തിൻ്റെ വായനക്കാരുമായി പങ്കുവയ്ക്കുന്ന ഒരു ഐഡിയ ആണ് ഈ ആദിത്യ വിക്രമൻ. ആദിത്യ വിക്രമൻ അതിനെ സംബന്ധിച്ചൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് ഈ CA റൌഫിൻ്റെ ഇസ്രായേലിൻ്റെ ഞങ്ങളുടെ രാജ്യമെന്നുള്ള അവകാശവാദത്തിന് പ്രതി ഏത് രാജ്യമെന്നുള്ളൊരു ചോദ്യം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്. കാരണം CA റൌഫിൻ്റെ കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുൻഗാമികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭാരതം അവരുടെ രാജ്യമാണ് എന്ന് ഒരു കാലത്തും അവർ കണക്കാക്കിയിരുന്നില്ല. അതിന് തന്നെ പല ഉദാഹരണങ്ങളും ആദിത്യ വിക്രമൻ എടുത്തു പറയുന്നുണ്ട്. ഈ 10 അണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് ഭാരതത്തിൻ്റെ വിഭജന കാലത്ത് കേരളത്തിൽ മുദ്രാവാക്യം വിളിച്ചിരുന്ന ആളുകൾ ഇവിടെയുണ്ട്. ആ മുസ്ലിം ലീഗിൻ്റെ തന്നെ യോഗങ്ങളിൽ ഇനി വരുവാൻ പോകുന്നത്, ബ്രിട്ടീഷുകാർ ഭാരതം വിട്ടുപോയാൽ വരുവാൻ പോകുന്നത് ഹിന്ദുക്കളുടെ ഭരണമായിരിക്കും, ആ ഭരണത്തിൻ്റെ കീഴിൽ കഴിയുക ഒരു മുസൽമാന് സാധ്യമല്ല എന്ന് പരസ്യമായി പ്രസംഗിച്ച സീതി സാഹിബ് ഉൾപ്പെടെയുള്ളവർ പിൽക്കാലത്തും കേരളത്തിൽ നിലവിലുള്ള മുസ്ലിം ലീഗിൽ തുടർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജവഹർലാൽ നെഹ്റു പോലും ഇത്തരത്തിലുള്ള ആളുകളെല്ലാം എത്തരത്തിലും പ്രീണിപ്പിക്കണമെന്നുള്ള മനോഭാവവുമായി നടന്നിരുന്ന ജവഹർലാൽ നെഹ്റു പോലും മുസ്ലിം ലീഗ് ഭാരതം വിട്ടുപോയി, പക്ഷേ ഒരു വാല് മലപ്പുറത്ത് അവശേഷിപ്പിച്ചു എന്ന് കേരളത്തിൽ വന്ന് പ്രസംഗിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വർഗീയവാദികളുടെ സാന്നിധ്യം കേരളത്തിലും ഭാരതത്തിലും എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അവരുടെ പിൻഗാമികളാണ് ഈ CA റൌഫ് ഉൾപ്പെടെയുള്ളവർ. 10 അണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന മുദ്രാവാക്യം വിളിച്ചവരുടെ പിൻഗാമികൾക്ക് എങ്ങനെ സാധിക്കും ഈ ഭാരതം അവരുടെ രാജ്യമാണ് എന്ന് അവകാശപ്പെടാൻ? കഴിഞ്ഞില്ല. ഇനി ആദിത്യ വിക്രമൻ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഇത്തരത്തിലുള്ളൊരു ചോദ്യം CA റൌഫിനോട് അദ്ദേഹം ഉയർത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇന്ത്യയെക്കുറിച്ചാണ് പറഞ്ഞത്, നീയും സംഘികളുടെ ആചാര്യന്മാരും ഒറ്റുകൊടുത്തിട്ടും ഞങ്ങളുടെ പൂർവികർ പൊരുതി നേടിയ സ്വതന്ത്ര ഇന്ത്യയെക്കുറിച്ച്, അങ്ങനെ ഒരു രാജ്യത്തെക്കുറിച്ച് സംഘികൾ അറിയാനിടയില്ല. ആദിത്യ വിക്രമൻ പറയുന്ന ചരിത്രത്തെ എത്ര ഭംഗിയായിട്ടാണ് ഈ മതതീവ്രവാദികൾ അട്ടിമറിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളൊന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. ഞാൻ വിചാരിക്കുന്നത്, ഇത്തരം മതതീവ്രവാദികൾക്ക് ഇങ്ങനെ സുഭിക്ഷമായി ഉണ്ടുറങ്ങി ജീവിക്കാൻ പറ്റുമെങ്കിൽ ഇവൻ്റെയൊക്കെ മതതീവ്രവാദ സംഘടന നിരോധിച്ചതിന് ശേഷവും ഈ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ മതതീവ്രവാദത്തെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുവാനും അതിനെതിരെ പ്രതിഷേധിക്കുന്നവരെ ചരിത്രം വക്രീകരിച്ച് നുണ പറഞ്ഞ് പ്രതിരോധിക്കാനും ഒക്കെ കഴിയുമെങ്കിൽ ഇന്ത്യ എന്ന രാജ്യം രാജ്യദ്രോഹത്തെയും മതതീവ്രവാദത്തെയും വളരെ ദുർബലമായ രീതിയിലല്ലേ നേരിടുന്നത് എന്നാണ്. അതിലൊരു കുറച്ച് വാസ്തവമുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ആളുകളെ കൈകാര്യം ചെയ്യുന്നതിൽ കുറച്ചുകൂടി കാർക്കശ്യം നരേന്ദ്രമോദി സർക്കാർ കൈക്കൊള്ളേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെയും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇനി പ്രധാന വിഷയത്തിലേക്ക് വന്നാൽ, ഈ രാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് ഒറ്റുകൊടുത്ത ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന മുസ്ലിം വർഗീയ സംഘടനയുടെ പ്രോക്സികളാണ് ഇവറ്റകളൊക്കെ പറഞ്ഞു വരുമ്പോൾ. അവർ വേറെയാണ്, ഇവർ വേറെയാണ്, ഞങ്ങളിതാണ് എന്നൊക്കെ പറയുമായിരിക്കും. എന്നാലും ഇവരുടെയൊക്കെ ലക്ഷ്യം ഒന്നാണ്, ചിരിച്ചു നേടി പാകിസ്ഥാൻ, പൊരുതി നേടും ഹിന്ദുസ്ഥാൻ. നമ്മുടെ 10 അണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ്റെ ഒറിജിനൽ വേർഷൻ ഹിന്ദിയിലുള്ള ലഡ്കെ ലെങ്കെ പാകിസ്ഥാൻ ഹസ്കെ ലെങ്കെ ഹിന്ദുസ്ഥാൻ എന്നുള്ളത്, അതായത് യുദ്ധം ചെയ്ത് പൊരുതി നേടി പാകിസ്ഥാൻ, ചിരിച്ചു നേടും ഹിന്ദുസ്ഥാൻ, സ്നേഹത്തിൻ്റെ മറപിടിച്ച് ഞങ്ങൾ ഹിന്ദുസ്ഥാനെയും കൈയടക്കുമെന്നുള്ള മുദ്രാവാക്യം എന്നാണ് ഇന്ത്യ വിഭജനത്തിന് ശേഷം ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് പറഞ്ഞത്. ഈ പറഞ്ഞത് നടപ്പിലാക്കുവാൻ വേണ്ടിയാണ് പാകിസ്ഥാൻ്റെയും തുർക്കിയുടെയും ഖത്തറിൻ്റെയും ആഗോള ഇസ്ലാമിക ഭീകര സംഘടനകളുടെയും സഹായത്തോടെ ഇന്ത്യയിൽ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ പ്രവർത്തിച്ചത്. ആ സംഘടന നിരോധിച്ചിട്ട് അതിൻ്റെ കുറച്ച് പ്രവർത്തകന്മാരെ മാത്രം ജയിലിലടച്ചതുകൊണ്ടോ അവരുടെ ഓഫീസുകൾ പൂട്ടിച്ചതുകൊണ്ടോ മാത്രം ആ മതതീവ്രവാദികൾ അടങ്ങിയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല. ആദിത്യ വിക്രമൻ തുടരുകയാണ്,
നേതാക്കൾ ജയിലിലായ ശേഷവും പുറത്തു വന്ന് ഇമാതിരി മതതീവ്രവാദ പോസ്റ്റുകൾ ഇടുമ്പോൾ അതിന് ലൈക്ക് അടിക്കുവാൻ ഈ നിരോധിത തീവ്രവാദ സംഘടനയുടെ പ്രവർത്തകർ കാത്തിരിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. പ്രത്യക്ഷത്തിലുള്ള പ്രവർത്തനം മാത്രമേ ഇവരുടേത് നിരോധിക്കപ്പെട്ടിട്ടുള്ളൂ. നിഗൂഢമായി ഈ സംഘടന ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇവർക്ക് പ്രവർത്തിക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നതാണ് വാസ്തവം. ഇവനെപ്പോലുള്ള മതതീവ്രവാദികളായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാൽ നക്കുവാനും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അട്ടിമറിക്കുവാനും ഇന്ത്യയിൽ മുസ്ലിം തീവ്രവാദം വളർത്തുവാനും ഇന്ത്യ വിഭജിച്ച് മുസ്ലിങ്ങൾക്ക് മാത്രമായി മറ്റൊരു രാജ്യം വേണമെന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് കലാപമുണ്ടാക്കുവാനും ഒക്കെ ഇറങ്ങിത്തിരിച്ചത്. പിന്നീട് അദ്ദേഹം ഈ പത്തണയ്ക്ക് കത്തി വാങ്ങി കുത്തിവാങ്ങും പാകിസ്ഥാൻ എന്ന് പൂക്കോട്ടൂരും മഞ്ചേരിയിലും തെരുവ് പേപ്പട്ടികളെ പോലെ ഭ്രാന്തമായി അലറി നടന്നത് ഇവൻ്റെയൊക്കെ ഒപ്പുപ്പമാരായിരുന്നു എന്ന് വളരെ പച്ചയ്ക്ക് തന്നെ പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് കിട്ടണം ഞങ്ങൾക്ക് പാകിസ്ഥാൻ, കിട്ടിയില്ലെങ്കിൽ ഖബറിസ്ഥാൻ എന്നലറിയതും ഇതേ തീവ്രവാദ സംഘത്തിൻ്റെ മുൻഗാമികളായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയ ആയ സയ്യദ് അഹമ്മദ് ഖാൻ്റെ യഥാർത്ഥ പിൻഗാമികളാണ് ഇവനടക്കമുള്ള പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയുടെ നേതാക്കന്മാർ. യഥാർത്ഥത്തിൽ ഇന്ത്യ ഇമാതിരി മതതീവ്രവാദത്തിനെതിരെ സീറോ ടോളറൻസ് നയം പ്രാവർത്തികമാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. വളരെ വാസ്തവികമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ്. ഇത്തരത്തിലുള്ള ആൾക്കാർക്കെതിരെ നോ കോംപ്രമൈസ്, സീറോ ടോളറൻസ് എന്നുള്ള നയം നടപ്പാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പ്രസക്തമായൊരു ഭാഗം വായിച്ചു പോയതിനിടയിൽ ആദിത്യ വിക്രമൻ്റെ ഒരു പരാമർശം പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയായ സയ്യദ് അഹമ്മദ് ഖാൻ്റെ യഥാർത്ഥ പിൻഗാമികളാണ് ഇവനടക്കമുള്ള പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയുടെ നേതാക്കന്മാർ. ആരാണ് ഈ സയ്യദ് അഹമ്മദ് ഖാൻ? സയ്യദ് അഹമ്മദ് ഖാൻ ബ്രിട്ടീഷുകാരെ പുകഴ്ത്തി ഞങ്ങൾ മുസ്ലിങ്ങൾ നിങ്ങളുടെ വിശ്വസ്ത സേവകരാണ് എന്നൊരു വലിയ ഗ്രന്ഥം തന്നെ രചിച്ച വ്യക്തിയാണ്. ദ്വിരാഷ്ട്രവാദത്തിൻ്റെ ഉപജ്ഞാതാവാണ്. സവർക്കറുടെ തലയിൽ ആ ഒരു പഴി ഇവർ ചാർത്തുമെങ്കിലും ദ്വിരാഷ്ട്രവാദത്തിൻ്റെ ഉപജ്ഞാതാവ് ഈ സയ്യദ് അഹമ്മദ് ഖാനാണ്. തന്നെയുമല്ല, വി മുസ്ലിംസ് ദ ലോയൽ സെർവൻസ് ഓഫ് ദ ബ്രിട്ടീഷ് എന്ന രീതിയിൽ ഒരു ഗ്രന്ഥം തന്നെ രചിച്ച് ഞങ്ങൾ നിങ്ങളുടെ വിശ്വാസികളാണ് എന്ന് പരസ്യമായി പ്രസ്താവിച്ച് നടന്നിരുന്നൊരു വ്യക്തിയാണ്. ഇതിനെ സാധൂകരിക്കുന്ന ഒരു തെളിവുണ്ട്. ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഖിലാഫത്ത് എന്ന ഭീകരവാദത്തെ, ഭാരതവുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു സംരംഭത്തെ മഹാത്മാഗാന്ധി എന്തിനാണ് പിന്തുണച്ചത്? മഹാത്മാഗാന്ധി ഈ ഖിലാഫത്ത് എന്ന ഇസ്ലാമിക ഭീകരവാദത്തെ പിന്തുണയ്ക്കുവാൻ വേണ്ടി പരസ്യമായി പറഞ്ഞ ഒരേ ഒരു ന്യായമേ ഉള്ളൂ: മുസ്ലിങ്ങളെ ഭാരതീയ സ്വാതന്ത്ര്യ സമരത്തോട് അടുപ്പിക്കുക, അതിൽ പങ്കാളികളാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യമെന്നുള്ളത്. 1921 അല്ലെങ്കിൽ 20കളുടെ തുടക്കത്തിൽ ഇസ്ലാമികരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കുവാൻ ഇത്തരത്തിലൊരു നടപടി ഗാന്ധിജിക്ക് കൈക്കൊള്ളേണ്ടി വന്നുവെങ്കിൽ മുൻപ് അവരെന്ത് മനോഭാവമായിരിക്കും സ്വാതന്ത്ര്യ സമരത്തോട് ഈ റൌഫിൻ്റെയൊക്കെ ഉപ്പുപ്പയുടെ ഉപ്പുപ്പ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കാരണം പ്രത്യേകിച്ച് ഒരു വ്യക്തിക്ക് തന്നെ കാണണമെന്നില്ല, പല അറബി കല്യാണമോ മൗലവി കല്യാണമോ, ഞാൻ മോശമായിട്ട് പറയല്ല, അത്തരത്തിലുള്ള ആചാരങ്ങൾ വെച്ച് പുലർത്തിയിരുന്നത് കൊണ്ട് ഒരാളായിരിക്കണം ഉപ്പുപ്പ എന്നില്ല. ഉപ്പുപ്പമാർ ഏത് തരത്തിലായിരിക്കും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കണ്ടിരുന്നത്, ഏത് തരത്തിലായിരിക്കും ബ്രിട്ടീഷുകാരുടെ ഷൂവും മറ്റെന്തെങ്കിലുമൊക്കെ നക്കിക്കൊടുത്തിരുന്നത് എന്ന് ഊഹിക്കുവാൻ ഖിലാഫത്ത് എന്ന ഇസ്ലാമിക ഭീകരവാദത്തെ, ഭാരതത്തിൽ അതിൻ്റെ നടത്തിപ്പിനെ പിന്തുണയ്ക്കുവാൻ ഗാന്ധിജി നിർബന്ധിതനായത് എൻ്റെ കാരണം, അതിന് അദ്ദേഹം തന്നെ പറയുന്ന കാരണം മാത്രം ചിന്തിച്ചാൽ മതി. ഇനി പ്രേക്ഷകർക്കൊരു സംശയം തോന്നാം, ഈ ഹമാസിൻ്റെ POKയിലും ബംഗ്ലാദേശിലുമുള്ള സാന്നിധ്യത്തെക്കുറിച്ച് ഇസ്രായേലിൻ്റെ സ്ഥാനപതി നടത്തിയ പ്രസ്താവന, അതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ളൊരു ചർച്ച തന്നെ ആവശ്യമാണ്. ഒരുപക്ഷെ RPയുമായിട്ട് അത്തരത്തിലൊരു ചർച്ച നടത്താം, അല്ലെങ്കിൽ ഒരു വിശദമായൊരു സെഗ്മെൻറ്റ് തന്നെ വീഡിയോയായി അതിന് ആ വിഷയത്തെ സംബന്ധിച്ച് ചെയ്യാം. അതൊരു പ്രത്യേക വിഷയമായി തന്നെ കൈകാര്യം ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ ആദിത്യ വിക്രമൻ്റെ ഈ ഒരു നിരീക്ഷണം, പ്രത്യേകിച്ച് ഈ CA റൌഫിനെ പോലുള്ള നിരോധിത പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഭീകരവാദ സംഘടനയിൽ അംഗമായിരുന്ന ഭീകരവാദികൾ സ്വതന്ത്രമായി കേരള സമൂഹത്തിൽ നടമാടുന്നതിനെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ വളരെയധികം പ്രസക്തമാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. പങ്കുവയ്ക്കലിലൂടെ സംവാദങ്ങൾ തുടരട്ടെ. തന്നെയുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, തത്വമയി ന്യൂസിൻ്റെ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തത്വമയി കുടുംബത്തിൻ്റെ ഭാഗമായിരിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുക. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഒരുപാടുണ്ട്. ഏതാണ്ട് 40% മുകളിലാണെന്നാണ് കണക്കുകൾ പറയുന്നത് കാഴ്ചക്കാരിൽ. നിങ്ങളും കുടുംബത്തിൻ്റെ ഭാഗമാകുക. കാരണം ഈ
യാത്രയിൽ സംവാദങ്ങൾ തുടർന്ന് നിങ്ങളൊപ്പമുള്ളതാണ് തത്വമേ ന്യൂസിൻ്റെ ഏറ്റവും വലിയ ബലം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഉറപ്പുവരുത്തുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.